അതുകൊണ്ട് നമ്മുടെ ഈ പുതിയ പഠന കോൺഗ്രസ് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങളൊന്ന് കേന്ദ്രം ഇങ്ങനെ ഒരു ബ്ലോക്കേഡ് ഉണ്ടാക്കിയിരിക്കുന്നു, അതിനെങ്ങനെ മറികടക്കാം, അതിൻ്റെ മാർഗങ്ങൾ എന്ത്, ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രാദേശിക തലത്തിൽ യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് LDF ആണോ UDF എന്നുള്ളതല്ല, എങ്ങനെ ഈ സംവിധാനത്തെ മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളത് ഈ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരിക്കും പഠന കോൺഗ്രസ്. കേന്ദ്രത്തോട് ഈ ന്യായം പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊന്നും പറ്റാത്ത മുഷ്കന്മാരാണ് ഇന്ന് കേന്ദ്രം ഭരിക്കും. നമസ്കാരം. ലോകം എക്കാലത്തും വിസ്മയത്തോടു കൂടി നോക്കിക്കാണുന്നതാണ് കേരളത്തിൻ്റെ വികസനം. കേരള മോഡൽ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പൊതുജനാരോഗ്യ രംഗത്തും പൊതുവിദ്യാഭ്യാസ രംഗത്തും പ്രത്യേകിച്ചും സ്ത്രീ സാക്ഷരത, സ്ത്രീ വിദ്യാഭ്യാസം എന്നിവയിൽ ഉൾപ്പെടെ നമ്മൾ കൈവരിച്ച ഉയർന്ന നിലവാരമാണ്. കേരളത്തിൻ്റെ ഈ ജീവിത ഗുണനിലവാര സൂചിക അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണെങ്കിലും അതിനുശേഷം ആ ഒരു വികസനത്തിന് യോജിച്ച രീതിയിൽ സാമ്പത്തിക രംഗത്തും ഉൽപ്പാദന രംഗത്തും നമുക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സഖാവ് EMSന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ ആദ്യമായി 1994 ഒന്നാം ഭരണ കോൺഗ്രസ് നടക്കുന്നത്. അഞ്ചാം ഭരണ കോൺഗ്രസ് ഈ വരുന്ന ഫെബ്രുവരി മാസം 21-22 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ഒന്നാം ഭരണ കോൺഗ്രസിനും അതിനുശേഷം നടന്ന ഭരണ കോൺഗ്രസുകൾക്ക് നേതൃത്വം നൽകിയ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് TM തോമസ് ഐസക് നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം സഖാവ്. നമസ്കാരം സഖാവ്. ഈ ആദ്യ ഭരണ കോൺഗ്രസിൽ നിന്ന് നമ്മളിപ്പോൾ അഞ്ചാമത്തെ ഭരണ കോൺഗ്രസിലേക്കാണ് എത്തുന്നത്. ആദ്യ ഭരണ കോൺഗ്രസ് നടത്തിയ സമയത്ത് തന്നെ നമ്മുടെ മുമ്പിൽ ഒരുപാട് സാധ്യതകൾക്കൊപ്പം തന്നെ ഇപ്പം ക്ഷേമകാര്യത്തിലാവട്ടെ വികസന കാര്യത്തിലാവട്ടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില സാമ്പത്തികമായ ശേഷിയുടെ കുറവ് കേരളം നേരിടും. അതുപോലെ ഉൽപ്പാദന മേഖലയിലും കേരളം ചില പിന്നോട്ടടി ഉണ്ടായിരുന്നെന്ന് EMS തന്നെ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാം ഭരണ കോൺഗ്രസ് കഴിഞ്ഞ് ഇപ്പം നമ്മൾ അഞ്ചാം ഭരണ കോൺഗ്രസിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് വെക്കുന്ന പുതിയ നിലപാടുകൾ എന്താണ്? 94 ശേഷം നമ്മൾ പുറകോട്ടല്ല, വളരെ മുന്നോട്ടാണ് പോയത്. യഥാർത്ഥത്തിൽ 94 പഠന കോൺഗ്രസ് ചേരുമ്പോൾ കേരളം വളർച്ചയുടെ ഒരു പാതയിലേക്ക് കടക്കുകയാണ് എന്നൊരു ധാരണ തന്നെ ഉണ്ടായിരുന്നില്ല. 1960 മുതൽ 87-88 വരെ നമ്മുടെ വളർച്ച ദേശീയ ശരാശരിയേക്കാൾ വളരെ വളരെ താഴ്ന്നതായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്താണ് EMS നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ വിദ്വാന്മാരെയും വിളിച്ചുകൂട്ടി കേരളത്തിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് എന്താണ് മാർഗം എന്നൊക്കെ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എത്തുമ്പോഴോ, ഇന്ന് നമ്മുടെ പ്രതിശീർഷ വരുമാനം അഖിലേന്ത്യാ ശരാശരിയേക്കാൾ 60% ഉയർന്നതാണ്. അപ്പം നമ്മൾ നന്നായിട്ട് വളർന്നൊരു കാലമാണ്. രണ്ട്, നമ്മൾ നേരിട്ടിരുന്ന ഒരു പ്രശ്നം നിങ്ങൾ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടത്ര നമ്മുടെ വികസന നിക്ഷേപത്തിന് ആവശ്യമായിട്ടുള്ള ധനം വേണ്ടത്ര ഉണ്ടായിരുന്നില്ല, പണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് സേവനങ്ങളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം ഇങ്ങനെയുള്ളവയുടെയൊക്കെ ഗുണനിലവാരം ഉയർത്തുന്നതിനും ചെറുകിട കാർഷിക വ്യവസായ മേഖലകളിലെ ഉൽപ്പാദനക്ഷമത ഉയർത്തുന്നതിനും ഗ്രാമീണ ആസ്തികൾ ഉണ്ടാക്കുന്നതിനും ജനങ്ങളുടെ സന്നദ്ധ സേവനവും പങ്കാളിത്തവും വലിയ തോതിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. ഇങ്ങനെ പണമില്ല, വിഭവദാരിദ്ര്യമുണ്ട് എന്നുള്ളൊരു ധാരണയുണ്ടായതുകൊണ്ടാണ്. അങ്ങനെയാണ് അധികാര വികേന്ദ്രീകരണത്തിന് ഒന്നാമത്തെ പഠന കോൺഗ്രസ് വലിയ പ്രാധാന്യം നൽകുന്നത്. അത് വിജയകരമായിട്ട് നടപ്പാക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ന് അഞ്ചാമത് കേരള പഠന കോൺഗ്രസ്സിൽ നമ്മളൊരു 3 പതിറ്റാണ്ടിന് ശേഷം എത്തുമ്പോൾ വന്ന ഒരു മാറ്റം, നമ്മൾ വിഭവസമാഹരണത്തിന് ഒരു മാർഗം കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ പഠന കോൺഗ്രസ്സാണ് ഈ നിർദ്ദേശം വെച്ചത്. ബഡ്ജറ്റിൽ പണം ഉണ്ടാകുക പ്രയാസമാണ്, അതുകൊണ്ട് ബഡ്ജറ്റിന് പുറത്ത് ഇതിൻ്റെ പണം കണ്ടുപിടിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞ പഠന കോൺഗ്രസിൻ്റെ നിർദ്ദേശമാണ്. ഈ 10 വർഷത്തിനിടയിൽ അത് വിജയകരമായി നടപ്പാക്കിയിട്ട് നമ്മൾ ചേരുന്നത്. ഏതാണ്ട് 1 ലക്ഷം കോടി രൂപ കിഫ്ബി വഴി നമ്മൾ നിക്ഷേപിച്ചു.
പിന്നെ കിഫ്ബിയുടെ പണവും കൂടി ഉപയോഗിച്ച് ലിവറേജ് ചെയ്ത കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ ഹൈവേ ഇങ്ങനെയുള്ളതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികളാണ് കേരളത്തിൽ വരുന്നത്. നമ്മൾക്ക് പണ്ട് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഈ പഠന കോൺഗ്രസ് ചേരുന്നത് നമ്മുടെ ഈ വികസന തന്ത്രത്തെ കേന്ദ്ര സർക്കാർ വെല്ലുവിളിക്കുകയാണ്. കാരണം നമ്മുടെ ബഡ്ജറ്റ് വഴി പാവങ്ങൾക്കുള്ള ആനുകൂല്യം എല്ലാം കൊടുക്കാം, എന്നാൽ ഈ പാവങ്ങളുടെ മക്കൾക്കടക്കമുള്ളവരുടെ പ്രതീക്ഷകൾ വളരെ ഉയർന്നതാണ് കേരളത്തെക്കുറിച്ച്. അവർക്ക് പെൻഷനും കാര്യമൊന്നും കിട്ടിയാൽ പോരാ, നല്ല തൊഴിലുണ്ടാവണം, ആ തൊഴിലിന് വേണ്ട നിക്ഷേപം ഉണ്ടാവണം, നിക്ഷേപം വരണമെങ്കിൽ പശ്ചാത്തല സൗകര്യങ്ങൾ വേണം. അതിന് ബഡ്ജറ്റിൽ പണം കാത്തു നിന്ന് കഴിഞ്ഞാൽ ഒരു 4 നൂറ്റാണ്ട് നിൽക്കണം. 4 നൂറ്റാണ്ട് നമുക്ക് പണം തിരിച്ചടക്കാമെന്ന് ഇപ്പം നമുക്കിതെല്ലാം ചെയ്ത് കളയാം, കടം മേടിച്ചിട്ടാണെങ്കിലും. അപ്പോൾ കേന്ദ്ര സർക്കാർ അങ്ങനെ എടുക്കുന്ന കടമൊക്കെ സംസ്ഥാന സർക്കാർ എടുത്ത കടമായി പരിഗണിച്ചുകൊണ്ട് നമ്മുടെ സർക്കാരിൻ്റെ വായ്പകൾ വെട്ടിക്കുറച്ചപ്പോൾ പ്രതിസന്ധിയായി. അതുകൊണ്ട് നമ്മുടെ ഈ പുതിയ പഠന കോൺഗ്രസ് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങളൊന്ന് കേന്ദ്രം ഇങ്ങനെ ഒരു ബ്ലോക്കേഡ് ഉണ്ടാക്കിയിരിക്കുന്നു, അതിനെങ്ങനെ മറികടക്കാം, അതിൻ്റെ മാർഗങ്ങൾ എന്ത്, ഇത് നമ്മൾ ചർച്ച ചെയ്യും. ഇത് പറയുമ്പോഴേ ഇപ്പം ജനകീയാസൂത്രത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. കേരളം മുന്നോട്ട് വെച്ച 2-3 പ്രധാനപ്പെട്ട സംഗതി. ഒന്ന്, സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം. പഠന കോൺഗ്രസിൻ്റെ ഉൽപ്പന്നമാണ് ജനകീയാസൂത്രണം. പിന്നീട് വന്ന കുടുംബശ്രീ, സ്ത്രീ ശാക്തീകരണമൊക്കെ ഇതിനാവശ്യമായ ഒരു പ്രതലം ഉണ്ടാക്കി കൊടുത്തത് 1-2 പഠന കോൺഗ്രസ്സുകളൊക്കെയാണ്. അപ്പോൾ ഈ നമ്മൾ 5ാമത്തെ പഠന കോൺഗ്രസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ സമൂഹം കാര്യമായി മാറിയിട്ട് പുതിയ ജ്ഞാനനിർമ്മിത സമൂഹമാണ്. ലോകം തന്നെ മാറിയിട്ടുണ്ട്. ലോകത്തിൻ്റെ ഒരു തൊഴിൽ കാഴ്ചപ്പാടിൽ മാറിയിട്ടുണ്ട്, തൊഴിൽ ശേഷിയിലും മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ പുതിയ തലമുറ ഒരു അതിരിന് അകത്ത് നിന്നല്ല, അതിരുകൾക്ക് പുറത്തുനിന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി പഠിക്കാനും ജോലി ചെയ്യാനും ഏത് ജോലി എടുക്കാനും സന്നദ്ധരായിട്ട്. അപ്പോൾ അവരെ കൃത്യമായി മാർഗനിർദ്ദേശങ്ങൾ അവരെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണല്ലോ ഈ ഒരു പഠന കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 5ാമത് പഠന കോൺഗ്രസ് മുന്നോട്ട് ചർച്ച ചെയ്യാൻ പോകുന്നൊരു കാര്യം, എങ്ങനെയാണ് എല്ലാവർക്കും തൊഴിൽ നൽകാൻ പറ്റുക. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ അവർ വളരെ മികച്ച നല്ല ശമ്പളം കിട്ടുന്ന ജോലികൾക്ക് അവരെ എങ്ങനെ നൈപുണ്യപ്രാപ്തരാക്കി മാറ്റാൻ പറ്റും. പഠിത്തം കഴിഞ്ഞവരെ നമുക്ക് പരിശീലനം നൽകി നല്ല ജോലി മേടിച്ചു കൊടുക്കാൻ നോക്കണം. 3ാമതൊരു കൂട്ടരുണ്ട്, വീട്ടമ്മമാർ. അവരുടെ എണ്ണം ചെറുതല്ല, നല്ല അഭ്യസ്തവിദ്യരാണ്, പക്ഷേ അവർക്ക് വീട് വിട്ട് ദൂരെ പോകാൻ പറ്റില്ല ഇനി. അപ്പോൾ അവരുടെ വീടിനടുത്തുള്ള തൊഴിലുകൾ 40 ലക്ഷം അതിഥി തൊഴിലാളിയല്ലേ കേരളത്തിൽ ജോലി ചെയ്യുന്നത്. അതിന് 10-20 ലക്ഷം ഇവിടുത്തെ സ്ത്രീകൾക്ക് കൊടുക്കാൻ എന്താ പ്രയാസമുള്ളതെന്ന്. അപ്പോൾ ഇതിനൊക്കെ വിദേശത്തായാലും നാട്ടിലായാലും നാട്ടും പുറത്ത് നമ്മുടെ പ്രദേശത്തായാലും ജോലി കിട്ടണമെങ്കിൽ ഒരു സ്കില്ല്, അതിനുള്ള പ്രാപ്തി നേടണം. അതുകൊണ്ട് അത് നമുക്ക് ജനകീയാസൂത്രണം പോലെ സാക്ഷരതാ പ്രസ്ഥാനം പോലെ അതൊരു വലിയ ജനകീയ യജ്ഞമായിട്ട് മാറ്റാൻ പറ്റും. ദിസ് ഈസ് ദ ചലഞ്ച്. നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ നന്നായിട്ട് സ്കില്ല് ചെയ്ത് പഠിക്കണമെങ്കിൽ അതൊക്കെ അവിടുത്തെ മാഷന്മാർ തന്നെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഷന്മാർക്ക് ആ ഭാരം ഏക്കാൻ പറ്റുമോ? അവർക്ക് പോഷണും കാര്യങ്ങളും ഇല്ലേ? അതെല്ലാം പുറത്തുള്ള ആളുകളെ കൊണ്ട് പരിശീലിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതൊരു ചിലവല്ലേ? പക്ഷെ ഓരോ കോളേജിലും പഠിച്ച് പാസ്സായി ഇപ്പോൾ പുറത്തൊക്കെ നാട്ടിലും പുറത്തൊക്കെ ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾ എത്രയോ ആണ് ഓരോ കോളേജിനും ഉള്ളത്. അക്കാഡമിക്കുകൾ, മാനേജർമാർ, ഇവർക്കൊക്കെ തങ്ങൾ പഠിച്ച കോളേജിൽ ഇന്ന് പഠിക്കുന്ന കുട്ടികളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങാം. നമ്മുടെ സാക്ഷരത പോലെ. പക്ഷെ അക്ഷരം പഠിപ്പിക്കാനല്ല കേട്ടോ, സ്കില്ല് പഠിപ്പിക്കാൻ. കേരളത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ് ഇത്തരത്തിലുള്ള വൈദഗ്ധ്യമാണ്. ഇതുപോലെ നമ്മളൊരു 30 ലക്ഷം സ്ത്രീകൾക്ക് ജോലി കൊടുക്കാനാണ് ഉദ്ദേശം, അല്ലെങ്കിൽ 25 ലക്ഷമെങ്കിലും. അവർക്ക് അത്രയും പേരെ സ്കില്ല് ചെയ്യണം. അപ്പോൾ എണ്ണം എത്ര വലുതാ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? 30 ലക്ഷം സ്ത്രീകൾ ജോലി ഒരു 5 വർഷം കൊണ്ട് കൊടുത്താൽ മതി. 15,000 രൂപ മാസ ശമ്പളം, അത്രേ ഉള്ളൂ. 54,000 കോടി രൂപയാണ് പാവങ്ങളുടെ വീട്ടിലെത്തുക. നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യം അതോടെ ഇല്ലാതാവുന്നു. 54,000 കോടി രൂപ പണക്കാരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ജോലിക്ക് പോവില്ലല്ലോ. ലോവർ മിഡിൽ ക്ലാസ് പാവപ്പെട്ടവർ ഇവരുടെ വീട്ടിലെ സ്ത്രീകളാണ്. ഇതുപോലത്തെ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു ജനകീയ പ്രസ്ഥാനം സാധ്യമാണോ?
അതിനുതകുന്ന രീതിയിൽ കുടുംബശ്രീയെയും നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ, അണിനിരത്താൻ പറ്റുമോ? ഇതാണ് കേന്ദ്രത്തിൻ്റെ ബ്ലോക്കേഡിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളത് പോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആളുകളെയൊക്കെ ആവേശം കൊള്ളിച്ച് അണിനിരത്താൻ പറ്റുന്ന ഒരു വലിയ ജനകീയ വികസന യജ്ഞത്തിന് നമുക്ക് നേതൃത്വം നൽകാൻ പറ്റുമോ? ഇതും ഈ പഠന കോൺഗ്രസ് ഗൗരവമായിട്ട് ചർച്ച ചെയ്യും. നമ്മുടെ 4 ഭരണ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ LDF സർക്കാർ, അതായത് ഭരണ തുടർച്ച, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭരണ തുടർച്ച വന്നു. വീണ്ടും ഒരു ഇലക്ഷനിലേക്ക് പോകുന്ന സമയത്താണ് ഈ പഠന കോൺഗ്രസ് നടക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത്. വീണ്ടും മൂന്നാമതും LDF സർക്കാർ തന്നെ ഭരണത്തിൽ തുടരും എന്നുള്ളൊരു പ്രതീതിയും ഒരു കാഴ്ചപ്പാടും പൊതുസമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പൊതുസമൂഹം അതിനെ നോക്കിക്കാണുന്നത്. അപ്പം ഈ ഒരു ഭരണ തുടർച്ചയുടെ ഈ 10 വർഷം സംസ്ഥാനത്ത് ചെയ്ത കാര്യങ്ങളും ഇനി സംസ്ഥാന ഗവൺമെൻറ് ഈ ബജറ്റിൽ ഇപ്പം അവതരിപ്പിച്ച ബജറ്റിലും നമ്മുടെ LDFൻ്റെ പ്രകടന പത്രികയിലൊക്കെ പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വെച്ചൊരു കാഴ്ചപ്പാടാണ്. അതിനെ ഏത് രീതിയിൽ ഉത്തേജിപ്പിക്കുന്നതായിരിക്കും നമ്മുടെ ഭരണ കോൺഗ്രസ്? വികസന അജണ്ടയാണ് ചർച്ചാ വിഷയമെങ്കിൽ LDFനില്ലാതെ വോട്ട് ചെയ്യില്ല. കാരണം ഏത് കാലത്ത് ഇതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. പെൻഷനായാലും എന്ത് ആനുകൂല്യം എടുത്താലും പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം. 2, ഏത് കാലത്താണ് ഇതുപോലെ പശ്ചാത്തല സൗകര്യങ്ങളുള്ള നിക്ഷേപവും പുതിയ വ്യവസായങ്ങൾ വരാൻ തുടങ്ങിയൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അജണ്ടയാണ് വെക്കുന്നത്. അതിന് വലിയ വിശ്വാസ്യതയുണ്ട്. വാചകടിയല്ല കേട്ടോ, ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് UDF, BJP വേറെ കാര്യങ്ങൾ ചർച്ചയാക്കാനാണ് ശ്രമിക്കുന്നത്. വ്യക്തിപരമായ ആക്ഷേപങ്ങൾ, സാമുദായികമായിട്ടുള്ള വികാരങ്ങൾ ഒക്കെ ഇളക്കി വിട്ടിട്ട് ഇതിനപ്പുറം കാര്യമുണ്ടാക്കാൻ ചിലർ UDF കരഞ്ഞു കിടക്കുന്നത് ഇനി ഞങ്ങൾ ഒരു തവണയും കൂടി തോറ്റുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല, അങ്ങനെ വരുമ്പോഴത്തേനത് BJPയും LDFും ആയി പോവും. ഇങ്ങനെയൊക്കെയുള്ള വികാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വോട്ട് പിടിക്കാൻ വികസനം ചർച്ചയും ചെയ്യാറില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അങ്ങോട്ട് ഒരു പാളിച്ച വന്നിട്ടുണ്ട്. എന്നാൽ ഈ വികസന കോൺഗ്രസ് വികസന അജണ്ടയെ വീണ്ടും നമ്മുടെ ചർച്ചാ മണ്ഡലത്തിൽ, പൊതുമണ്ഡലത്തിൽ പ്രതിഷ്ഠിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3000 ആളുകളാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഈ സമ്മേളനത്തിൽ 46 സെമിനാറുകളുണ്ട്, 4 സിമ്പോസിയങ്ങളുണ്ട്. ഇങ്ങനെയുള്ളതിലെല്ലാമായിട്ട് 300 പേര് പങ്കെടുക്കുകയാണ്. എന്താണ് ചെയ്യാൻ പോണതെന്ന് വെറുതെ വർത്താനമല്ല. 3 വാല്യങ്ങളായിട്ട് പുസ്തകം ഉണ്ടാവും, രേഖയുണ്ടാവും. ഒരു വാല്യത്തിൽ മുഖ്യമന്ത്രി കേരളത്തിലെ 10,000 വിദഗ്ധർക്ക് കത്തെഴുതിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ വികസനത്തിന് നിങ്ങളുടെ നിർദ്ദേശം എന്ത്? ഞങ്ങളിത് മുഴുവൻ അച്ചടിക്കാൻ പോയാൽ. അപ്പോൾ ഇത്ര വിപുലമായിട്ടുള്ള ഒരു വികസന സംവാദത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നത് ജനശ്രദ്ധയെ ആകർഷിക്കും. വികസന അജണ്ടയെ വീണ്ടും ഈ ഇലക്ഷനിലെ ഇതിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇതൊക്കെ വെറുതെ വാചകടിയല്ലെന്നുള്ള തെളിവെന്താ? ഇതിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. ഇത് 5ാമത്തേതാണ്. അതിൽ പങ്കെടുക്കുന്ന ആളുകൾ മാത്രമല്ല, ഇതിൽ നേരിട്ട് പരോക്ഷമായി പങ്കെടുക്കുന്നവർ. ഈ രേഖ തയ്യാറാക്കാൻ വേണ്ടി 10,000 പേര് പങ്കെടുത്ത സെമിനാറുകൾ കേരളത്തിൻ്റെ പല ഭാഗത്തും വെച്ച് നടത്തി. ഇതിനു പുറമെ 40 വിഷയ സമിതികൾ, ഓരോ സമിതിയിലും 10-20 വിദഗ്ധന്മാരുണ്ട്. അവരാണ് ചർച്ച ചെയ്ത് രേഖയുണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ കൂട്ടിച്ചേർത്താണ് വികസന രേഖ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പഠന കോൺഗ്രസ് നമ്മുടെ വികസന അജണ്ടയെ വീണ്ടും പൊതുമണ്ഡലത്തിലെ കേന്ദ്ര പ്രശ്നമായിട്ട് ഉയർത്താൻ സഹായിക്കും. നമ്മളിത് പറയുമ്പോഴേ നമ്മുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഈ പ്രാദേശിക ഗവൺമെൻറ്റുകളെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ്. അതാണല്ലോ നമ്മുടെ അധികാര വികേന്ദ്രീകരണമാവട്ടെ, അതിൻ്റെ ഭാഗമായി നമ്മൾ കൊണ്ടുവന്ന ജനകീയാസൂത്രണ പദ്ധതി കൊണ്ടുവന്നത്. അതിപ്പം 25 വർഷം പിന്നിട്ടു. 2ാം ജനകീയാസൂത്രണ പദ്ധതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ പുതിയ പ്രാദേശിക സർക്കാരുകൾ ചുമതലയേറ്റിരിക്കുകയാണ്.
അപ്പം പ്രാദേശിക സർക്കാരുകളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉത്തേജിപ്പിക്കുന്ന, അതായത് പുതിയ കാലഘട്ടത്തെ നേരിടുന്നതിന് വേണ്ടി പ്രാദേശിക സർക്കാരുകളെ സജ്ജമാക്കുന്നതിനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, നിലപാടുകൾ നമ്മുടെ ഈ ഭരണ കോൺഗ്രസ്സിൽ ഉണ്ടാവുമോ? വലിയ നേട്ടങ്ങൾ കഴിഞ്ഞ 30 വർഷം കൊണ്ടുണ്ടായിട്ടുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെ ഏറ്റവും പ്രധാനം. 50% ദരിദ്രരുണ്ടായിരുന്ന കേരളം ഇന്ന് ഇന്ത്യ സർക്കാരിൻ്റെ കണക്കുപ്രകാരം 0.5% താഴെ ദരിദ്രരായിട്ടുള്ളൂ. അതിൽ 65,000 പേരെയാണ് നമ്മളിപ്പോൾ അതിദരിദ്രം കരകയറ്റിയത്. ഇനി വല്ലതും ഉണ്ടോ എന്ന് കേന്ദ്രം പറയട്ടെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തന്നെ ഏറ്റവും വലിയ നേട്ടം. അപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രാദേശിക സാമ്പത്തിക വികസനത്തിൽ വേണ്ടത്ര വിജയിച്ചിട്ടില്ല. ഇപ്പോൾ കൃഷിയുടെ അഭിവൃദ്ധി, ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങിയവയിൽ. 2, എന്തെങ്കിലും നേട്ടം എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഒരു പുതിയ വികസന സംസ്കാരം. അതാണ് EMS എപ്പോഴും പറയാറ്, പുത്തൻ വികസന സംസ്കാരം വേണം. മത്തായി മാഞ്ഞൂരാൻ മെമ്മോറിയൽ ലെക്ചറിലാണ് EMS ഈ പുതിയ സങ്കല്പം വെച്ചത്. നമ്മൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ നിൽക്കുന്നു, അന്യോന്യം കടുത്ത വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ പ്രാദേശിക വികസന കാര്യങ്ങളിൽ എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കണം. അങ്ങനത്തെ ഒരു സംസ്കാരം, രാഷ്ട്രീയ സംസ്കാരം വേണമെന്ന് EMS പറഞ്ഞു. അതാണ് ലക്ഷ്യമിട്ടിരുന്നൊരു കാര്യം. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ദ പ്രോസസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഔട്ട്കം മാത്രമല്ല, എന്ത് നേട്ടം ഉണ്ടായെന്ന് മാത്രമല്ല, എങ്ങനെ ആ നേട്ടത്തിലെത്തി എന്നുള്ള രീതിയും പ്രധാനമാണ്. അപ്പം അതിൽ ദൗർബല്യങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ 30 വർഷക്കാലത്തിനിടയിൽ ഗ്രാമസഭയിൽ പങ്കാളിത്തം കുറയണു, സുതാര്യത പല കാര്യങ്ങളിലും ഇല്ലാതെ വരുന്നു, ബ്യൂറോക്രാറ്റിക് നടപടികളിൽ ഉണ്ടാവുന്നു, സംയോജിതമായ സമീപനം കൈക്കൊള്ളുന്നതിന് കഴിയുന്നില്ല. ഇങ്ങനെ പലതും ആസൂത്രണം വഴിപാടായിട്ട് മാറുന്നു. അപ്പോൾ ഔട്ട്കം, പ്രാദേശിക സാമ്പത്തിക വികസനം എങ്ങനെ മെച്ചപ്പെടുത്താം, രീതി, ഈ പറഞ്ഞ ദൗർബല്യങ്ങളെല്ലാം എങ്ങനെ ഇല്ലാതാക്കാം, ഇത് പഠന കോൺഗ്രസ്സിൽ ചർച്ച വിഷയമാകുകയാണ്. ജനകീയാസൂത്രണത്തിൻ്റെ നമ്മൾ ഭയങ്കര കേമം ചെയ്തു എന്ന് പറഞ്ഞ് ഇപ്പോൾ LDFന് ഇപ്പോൾ ഭൂരിപക്ഷം തദ്ദേശഭരണ സ്ഥാപനങ്ങളില്ല. അപൂർവമായിട്ടാണ് 2010 ഇങ്ങനത്തെ അവസ്ഥ വന്നിട്ടുള്ളൂ. പക്ഷേ അത് പ്രശ്നമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ പുതിയ രാഷ്ട്രീയ സംസ്കാരം ഇതിൻ്റേതാണ്. പ്രാദേശിക തലത്തിൽ യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് LDF ആണോ UDF എന്നുള്ളതല്ല, എങ്ങനെ ഈ സംവിധാനത്തെ മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളത് ഈ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരിക്കും പഠന കോൺഗ്രസ്സിൽ. നമ്മളിത് പറയുമ്പോഴേ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട റിസോഴ്സസാണ് പ്രവാസികൾ. ഇപ്പം സഹാന നേതൃത്വത്തിൽ തന്നെ പത്തനംതിട്ടയിൽ പ്രവാസി കോൺക്ലേവ് 3 ദിവസത്തെ കോൺക്ലേവ് നടത്തി. ഇപ്പം നമ്മൾ ലോക കേരള സഭ 5ാമത് എഡിഷൻ ഇപ്പോൾ ഇന്നലാണ് സമാപിച്ചിട്ടുള്ളത്. ഇവരഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നമുണ്ട്. അതോടൊപ്പം ഇവർ വലിയ സാമ്പത്തിക സ്രോതസ്സാണ്. നമ്മുടെ ബജറ്റ് തുകക്കപ്പുറമുള്ള രീതിയിലുള്ള വലിയ തുക നമ്മുടെ ഓരോ വർഷവും കേരളത്തിലേക്ക് പ്രവാസികളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രവാസികളുടെ ഈ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്ന നിർദ്ദേശവും കൂടെ ഇതിൻ്റെ അകത്തുണ്ടാവുമോ? പ്രവാസികൾക്ക് ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളും പിന്തുണയും സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. അത് നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് അങ്ങനെ നൽകാൻ ഉള്ള പ്രാപ്തി ഉണ്ടാവില്ല. 2, ഈ മടങ്ങി വരുന്നവരെ എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യൽ മാത്രമല്ല, ഉദ്ഗതിക്കാന്ന് പറയുന്നത് ശരി. അല്ലാതെ പുനരധിവാസം എന്നുള്ള വാക്കിച്ചാൽ അവർക്ക് എന്തോ പ്രയാസത്തിലാണ് അവരെ ഒന്ന് പുനഃപ്രതിഷ്ഠിക്കണം. അല്ലെന്ന്, അവരുടെ പണമുണ്ട്, കഴിവുണ്ട്, അതെങ്ങനെ ഉപയോഗപ്പെടുത്താം. ഇതിന് ഒരുപാട് സ്കീമുകളൊക്കെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുന്നുണ്ട്. 3ാമത്തെ ഒരു പ്രശ്നം വരുന്നത് അതാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ. നമ്മൾ മൈഗ്രേഷൻ കോൺക്ലേവ് പത്തനംതിട്ടയിൽ തിരുവല്ല വെച്ച് നടത്തി 2 വർഷം മുമ്പ്. അവിടെ ചർച്ച ചെയ്ത വിഷയം ഇവിടെയും തിരിച്ചു വരാവുകയാണ്. ലോക കേരള സഭയിലും ചർച്ച ചെയ്തു. 1, തിരിച്ചു വന്നവർ മാത്രമല്ല, അവിടെ ഉള്ളവരും അവരൊക്കെ നല്ല ഉയർന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നവരാണ്, ലോകപരിചയമുള്ളവരാണ്. അവരുടെ നൈപുണ്യം എങ്ങനെയാണ് കേരളത്തിലെ, ഞാൻ ആദ്യം പറഞ്ഞ വലിയ വികസന മുന്നേറ്റം ഉണ്ടല്ലോ,
നൈപുണ്യ പരിശീലനം നൽകി തൊഴിലെല്ലാവർക്കും നൽകുന്ന അതിലേക്ക് എങ്ങനെ ഉപയോഗിക്കാം. ഓരോ കോളേജിലും അവിടെ പഠിച്ചിറങ്ങി വിദേശത്തും അന്തർദേശീയമായിട്ടൊക്കെ ജോലി ചെയ്യുന്നവർ ഇന്ന് ആ കോളേജിൽ സംഭാവനയൊന്നും കൊടുക്കണ്ട, ഓൺലൈനായിട്ട് കുട്ടികളോട് ഈ രാജ്യത്ത് എന്തൊക്കെയാണ് ജോലി സാധ്യതകൾ, അതിനെന്തൊക്കെ പഠിക്കണം, ഇങ്ങനെ പഠിക്കണം, ഞങ്ങൾക്ക് എങ്ങനെ കിട്ടി, നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞാൽ മതി. ഓൺലൈനായിട്ട് ജപ്പാനിൽ നിന്നാണ് ഞാനുള്ളത്, ജപ്പാനീസ് ഭാഷ പഠിക്കണമെങ്കിൽ ഇങ്ങനെ പഠിക്കാം, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഈ ഓൺലൈനായിട്ടുള്ള കോഴ്സ് പഠിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇവർ എങ്ങനെ ഇടപെടാൻ പറ്റും. ദിസ് ഇസ് വൺ. രണ്ടാമത്തെ ഒന്ന് പ്രാദേശിക സർക്കാരുകൾക്ക് അവർക്ക് ചെയ്തു കൊടുക്കാനുള്ളതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, പ്രവാസികളുടെ പ്രായം ചെന്നവരെല്ലാം നാട്ടിലാണ്, എല്ലാ വീട്ടിലും പ്രായമുള്ളവരാണ്. അവർക്കുള്ള പാലിറ്റി കെയറും അവർക്ക് ദൂരെ നിന്നൊക്കെ അറിയാത്ത ഒരാൾ വന്ന് നിർത്താനായിട്ടൊരു പേടിയാണ്. അത് വേണ്ട. ഓരോ പഞ്ചായത്തിലുള്ളവർ പഞ്ചായത്ത് തന്നെ ഇടനില നിന്നിട്ട് നിങ്ങളവിടെ ജോലി ഉത്തരവാദിത്തമുള്ള ഒരാളുണ്ട്, ഒരു പ്രശ്നം ഉണ്ടായാൽ അതിന് പരിഹാരം മറുപടിയും ചോദിക്കാനും പറയാനും ആളുണ്ട്. സ്വാന്തനമിത്ര എവിടെ വേണമെങ്കിലും ഇത്തരത്തിൽ ആളെ സഹായത്തിന് കൊടുക്കുന്ന പരിപാടി. എൻ്റെ കണക്കൂട്ടലും ചുരുങ്ങിയത് ഒരു 50,000 സ്ത്രീകൾക്ക് ജോലിയുണ്ട് ഉറപ്പ്. വേറൊന്നുണ്ട്, സ്കിൽ അറ്റ് കോൾ. ഇങ്ങനെയുള്ള വീടുകളിൽ ഒന്ന് കറണ്ട് പോയാൽ കെട്ടാൻ ആളാണ്, ഒരു ടി വി കേടായി അത് നന്നാക്കാൻ ആരാണ്, പിന്നെ നിങ്ങൾ വിദേശത്ത് നിന്ന് വരെയാണ്, അപ്പോൾ വീട് തുറന്നൊന്ന് അടിച്ച് വൃത്തിയാക്കി എല്ലാം റെഡിയാക്കണം, അതിനാരാണ്? നിങ്ങൾ പോയി പക്ഷേ നിങ്ങളുടെ തോട്ടവും കാര്യവും പരിപാലിക്കണം, അതിനാരാണ്? സോ അതിനൊക്കെ വലിയ കേന്ദ്രങ്ങൾ ഓരോ പഞ്ചായത്തിലും ഉണ്ടാക്കാമെന്ന്, ഒരു 50 പേരെങ്കിലും വെച്ച് പരിശീലനം നൽകി ആധുനിക എക്യുപ്മെൻറ്റ്സൊക്കെ ഉപയോഗിക്കുന്നതും, പിന്നെ സ്റ്റാൻഡേർഡ്സ് അതൊക്കെ കൃത്യമായിട്ട് SOP ഉണ്ടാവും, എന്തൊക്കെ ചെയ്യും, നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് വരും, അങ്ങനെ ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കാനുള്ളൊരു സേവനം. സോ നമ്മുടെ പറമ്പൊന്നും അലവില്ലാതെ കിടക്കില്ല, ഇത് കൃത്യമായിട്ട് പരിപാലിച്ചു പോകാനുള്ള ഏർപ്പാടുണ്ടാവും നിങ്ങൾ വിദേശത്തായിരിക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. പഠന കോൺഗ്രസ്സിൽ നമ്മൾ തിരുവല്ല ചർച്ച ചെയ്തു. നിശ്ചയമായിട്ടും പ്രവാസവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളോടൊപ്പം ഇതുകൂടി നമ്മൾ പരിശോധിക്കും. മറ്റൊന്ന്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി, കേന്ദ്ര ഗവൺമെൻറ് എല്ലാ കാലത്തും കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും ഇതുപോലെ രാഷ്ട്രീയ ലാക്കോടുകൂടി കേരളത്തെ ഞെരിച്ചമർത്തി ഇല്ലാതാക്കാനുള്ളൊരു ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പം നടന്നത്. GST ആവട്ടെ, നമ്മളെ കടമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിഫ്ബിക്കെതിരെ നടത്തുന്ന നീക്കങ്ങൾ, അതുപോലെ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് ഒരു ഭാഗത്ത് നമ്മളെ കൊടുക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു, ഒരു ഭാഗത്ത് നമുക്ക് കിട്ടേണ്ട വിഹിതങ്ങൾ കിട്ടുന്നില്ല. ഇതൊരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും സംസ്ഥാനം അതൊന്നും നമ്മളെ വീട്ടിലൊരു സാധാരണക്കാരനവരെ പോലെ വീട്ടിലെ പട്ടിണിയും പരിവട്ടവും അറിയിക്കാതെ മക്കളെ പോറ്റുന്നത് പോലെ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഇതും നമ്മൾ ചെയ്യുന്നുണ്ട്. ക്ഷേമ പെൻഷൻ കൂട്ടുന്നു, എല്ലാ ദുർബലതയും നമ്മൾ ചേർത്ത് നിർത്തുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു ഭീഷണിയായിട്ട് ഇപ്പോഴും ഇത് നമ്മുടെ മുമ്പിലില്ല. ഇത് തരണം ചെയ്യാൻ എന്ത് ക്രിയാത്മക നടപടിയായിരിക്കും പറഞ്ഞ കോൺഗ്രസിൽ ഉണ്ടാവുക? ഒന്ന്, കേന്ദ്രത്തോട് ഈ ന്യായം പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊന്നും പറ്റാത്ത മുഷ്കന്മാരാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത്. പണ്ടാണെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് പോയിട്ട് സംസാരിച്ച് വാദിച്ച് തർക്കിച്ചൊക്കെ ഇതിങ്ങനെയല്ല. ഇത് അവർ ലക്ഷ്യമിട്ടിരിക്കുക നമ്മളെ തകർക്കാനായിട്ട്. അപ്പോൾ ഇത് കോടതി പോകേണ്ടി വരും. കോടതി എന്ത് പറയുന്നു? പക്ഷേ കോടതി പോകണമെങ്കിൽ ചില മാറ്റങ്ങൾ, ചില കാര്യങ്ങൾ അന്യായമാണ് കേന്ദ്രം പറഞ്ഞെങ്കിൽ കേന്ദ്രമല്ലേ പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം നിയമപരമായ ഫൈറ്റും നാട്ടിലെ ജനങ്ങളെ ആകെ അണിനിരത്തണമെന്ന്. രാഷ്ട്രീയ സമരവും കൂടിയാണ്, അതിലേക്ക് നമ്മൾ പോകേണ്ടി വരും. രണ്ടാമത്തത്, നമ്മുടെ കേരളത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. കേരള ബാങ്ക് ആവാം, സഹകരണ സംഘങ്ങളാവാം, അല്ലെങ്കിൽ KSFE ആവാം, KFC ആവാം. ഇങ്ങനെയുള്ളവയെ എങ്ങനെ കൂടുതൽ ഫലപ്രദമായിട്ട് നമുക്ക് വിനിയോഗിക്കാൻ പറ്റും എന്നുള്ളത്. നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അവർക്ക് വായ്പ എടുത്ത്, ഇവിടുന്ന് വായ്പ മുനിസിപ്പൽ ബോണ്ട് ഇറക്കി ഈ തവണത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ ഈ നിലപാട് മൂലം നമ്മുടെ വികസനത്തിന് മുടക്കം വരില്ല. അവരൊരു തടസ്സം ഉണ്ടാക്കുമ്പോൾ
നമ്മൾ വേറെ വഴി വെട്ടണം. അപ്പോൾ അത് ഈ പഠന കോൺഗ്രസ്സിൽ നിശ്ചയമായിട്ടും ചർച്ച ചെയ്യപ്പെടും. അതായത് ഇപ്പം നമ്മുടെ വികസനത്തിന് പ്രധാനപ്പെട്ട ഒരു ഘടകം പരിസ്ഥിതിയാണ്. ഒരു പുതിയ പരിസ്ഥിതി കാഴ്ചപ്പാട് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും 2018 പ്രളയവും 2019 പേമാരിയും ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലാവട്ടെ എല്ലാം പ്രത്യേകിച്ചും ഒരു പരിസ്ഥിതി ആഘാതം കുറയ്ക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കണമെന്നാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കടക്കം നമ്മൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അപ്പം ഈ പഠന കോൺഗ്രസ്സിൽ എനിക്ക് തോന്നുന്നത് പ്രധാനമായി ഒരു ചർച്ചയ്ക്ക് വരുന്ന ഒരു വിഷയം ഇതായിരിക്കും എന്നാണ് തോന്നുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വരുന്നുണ്ടോ? ചോദിച്ചെന്നായി എന്തിപ്പം തീർത്തുള്ളൂ. പരിസ്ഥിതി സംബന്ധിച്ചുള്ള 3 അധ്യായങ്ങളുണ്ട് റിപ്പോർട്ടിൽ. ഒന്ന് കാലാവസ്ഥാ വ്യതിയാനവും ദുരന്ത നിവാരണവും, 2 പരിസ്ഥിതിയും പശ്ചിമഘട്ടവും, 3 വനം, പിന്നെ ജലാശയങ്ങളും നദിയുമുണ്ട്. ഇപ്പോൾ ഇത്രയും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ദുരന്ത നിവാരണത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ കേരളത്തിന് നമ്മൾ അങ്ങനെ അങ്ങ് തീരുമാനിച്ചില്ലെങ്കിലും യൂണീക്കാണ് കേട്ടോ. പ്രാദേശികമായിട്ട് ജനങ്ങൾ അവരുടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇടപെട്ട് ദുരന്ത നിവാരണ അല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ എടുക്കുന്ന ലോകത്തെ ചുരുക്കം ചില പ്രദേശങ്ങളിലൊന്നാണ് കേരളം. എന്ന് മാത്രമല്ല, ഇപ്പോൾ ബ്രസീലിൽ നടന്ന സമ്മേളനത്തിൽ, ആമസോൺ സമ്മേളനത്തിൽ അത് പൊളിഞ്ഞു, അമേരിക്ക പൊളിച്ചു. പക്ഷേ ഒരുപാട് നിർദ്ദേശങ്ങൾ ഉണ്ട്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന പല നിലപാടുകളും അതിൽ നിന്ന് സഹായങ്ങൾ നേടുന്നതിന് നമ്മളെ ഒരുപക്ഷെ പ്രാപ്തരാക്കും. ഉദാഹരണത്തിന് ഒരു ഹെക്ടർ വനത്തിന് $4 വെച്ച് തരണമെന്നും നമ്മളാണ് അതിൽ വരുന്നതെന്ന്. 2 ഈ പ്രാദേശികമായ ഇടപെടലുകൾക്ക് അതിന് പ്രത്യേക സപ്പോർട്ടുണ്ട്. പിന്നെ കാർബൺ ക്രെഡിറ്റിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സമ്മേളനം എക്സ്പ്ലിസിറ്റായിട്ട് ഇങ്ങനെയുള്ള സഹായങ്ങൾ എങ്ങനെ കേരളത്തിന് സ്വായത്തമാക്കാം, അതിന് എന്ത് നടപടികളാണ് എടുക്കേണ്ടത് എന്നുള്ളത് കൂടി പരിശോധിക്കും. അവസാനമായിട്ടൊരു കാര്യം, ഈ പഠന കോൺഗ്രസ് നടക്കാനിപ്പം അധികം ദിവസമില്ല. പഠന കോൺഗ്രസ്സിന് പുതിയ തലമുറയിലെ ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ ഭാഗമാണെന്ന് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ, പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കം. അപ്പം ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് പോലുള്ള ഒരുപാട് കോഴ്സുകളുണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക്. അപ്പോൾ ഈ പഠന കോൺഗ്രസ്സുമായി ബന്ധപ്പെടാൻ എന്തൊക്കെ രീതികളാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്? അതിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ്? ഓൺലൈനായിട്ട് പഠന കോൺഗ്രസിൻ്റെ സൈറ്റിൽ വന്നാൽ ആർക്ക് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം, ഒരു പ്രശ്നമില്ല. 600 രൂപയാണ് ഫീസ്. വിദ്യാർത്ഥികളാണെങ്കിൽ 300 മതി. അത് GSTയും പെടും. താമസം വേണമെങ്കിൽ താമസം കൊടുക്കും, ഈ കിറ്റും കാര്യങ്ങളും കൊടുക്കും, 2 ദിവസത്തെ ഭക്ഷണ ചിലവെല്ലാം. ഒരാൾക്ക് ചുരുങ്ങിയത് ഒരു 3000 രൂപയെങ്കിലും ചിലവ് വരുന്നുണ്ട്. 3000 അല്ല, എല്ലാ ബാക്കി ചിലവ് 5000-ഓളം രൂപ ചിലവ് വരുന്നുണ്ട് താമസമുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ചെറിയൊരു തുക, അതല്ലെങ്കിൽ പിന്നെ അതിന് വിലയില്ല ഈ കാര്യത്തിൽ. ഇവിടെ നഗരത്തിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ക്വിസ് വെച്ചിട്ടുണ്ട്. ക്വിസല്ല, അവിടെ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ നമ്മുടെ നഗരത്തിലെ ചില ഹെറിറ്റേജ് സൈറ്റ്സ് അവിടെ പോകണം. പത്മനാഭസ്വാമി ക്ഷേത്രം, അതിൻ്റെ പരിധി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ഉണ്ടാവും. ഒബ്ജക്റ്റ് ഇട്ട ചോദ്യം ഉണ്ടാവും, മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ ഇനി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വന്നു, അങ്ങനത്തെ ഒരു 10-15 കേന്ദ്രം. അപ്പോൾ ചോയ്സ് ഉണ്ടാവും. 20 കേന്ദ്രത്തിൽ നിങ്ങൾ 10 സ്ഥലത്ത് പോയച്ചാൽ മതി. ഓൺലൈനായിട്ട് പൂരിപ്പിച്ച് തരണം. ശരിയായ ഉത്തരങ്ങൾ എഴുതുന്ന എല്ലാവർക്കും ഒരു പുസ്തകം, ഒരു പുസ്തകമല്ല, നമ്മൾ വിചാരിക്കുന്ന 1000 രൂപയുടെയെങ്കിലും പുസ്തകം എല്ലാവർക്കും കൊടുക്കണം. അത് കുട്ടികളിൽ ഇങ്ങനെ ഒരു താല്പര്യം അതിനെക്കുറിച്ച് ഉണ്ടാക്കാനാണ്. അപ്പോൾ അതൊരു രസകരമായ പരിപാടിയാണ്. പുസ്തകം വായിച്ച് ക്വിസ് ഉത്തരവല്ല. അച്ഛനും അമ്മയിട്ടും പോകട്ടോ, ആരെങ്കിലും വീട്ടിലുണ്ടോ, അതിനൊന്നും പ്രശ്നമല്ല. ഏതെങ്കിലും പുസ്തകം കൊണ്ട് വായിച്ച് നോക്കി എഴുതണമെങ്കിൽ അതും ചെയ്യാം. ആരോട് വേണമെങ്കിൽ ചോദിക്കാം. ആരും തോൽപ്പിക്കാനല്ലല്ലോ നമ്മൾ ചെയ്യണേ.
ഒരു കൗതുകത്തിനും അവരൊന്ന് പഠിക്കാൻ താല്പര്യം ഉണ്ടാക്കാനുമാണല്ലോ. അപ്പോൾ അതുണ്ടാവും. പിന്നെ ഏത് പ്രൊഫഷനിലും മുഖ്യമന്ത്രി കത്തയക്കുന്നുണ്ട്. ആരെങ്കിലും വിട്ടുപോയിട്ടും പറഞ്ഞവർക്ക് കത്തയക്കാം. വികസനത്തിന് അവരുടെ നിർദ്ദേശം. അതൊരു വലിയ സംഖ്യ ആളുകളിൽ നിന്ന് ഒരു 5000 പേരെങ്കിലും എഴുതി അറിയിക്കുന്ന പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സംസാരിക്കുന്നതിന് പരിമിതിയില്ലേ? അവർക്ക് ഈ കുറിപ്പ് തരാം, ഇനി വന്നില്ലെങ്കിലും തരാം. ആ കത്തുകൾ നിലവിൽ പോയി തുടങ്ങിയിട്ടുണ്ട്.